ഹലോ ഹലോ പ്രമോദ് ഒറ്റയ്ക്കാണോ? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ പ്രമോദേ. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ബട്ട് കാര്യങ്ങൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പറയല്ലേ. രാത്രി 9:30 10:30 ഇത് ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങളുടെ സൗകര്യം കൊണ്ട് താമസിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് മാനറിസംസ് നിങ്ങൾ കാണിക്കണം. മറ്റു പണികളുണ്ട് ഞങ്ങൾക്ക്, ഇതല്ല പണി എന്നൊന്നും പറയല്ലേ കേട്ടോ സാർ. ആയിക്കോട്ടെ. പ്രമോദ്, ആരൊക്കെ ഉണ്ട് അവിടെ കമ്മിറ്റിയിൽ? കോറം സർ. പ്രമോദ്, മോഹൻ സാറുണ്ട്, മോഹൻ സാറുണ്ട്, വിനോദുണ്ട്, ജോയ് സാറുണ്ട്, ബഷീറൊക്കെയുണ്ട്, വിഷ്ണുണ്ട്. ഓക്കെ സാർ, ഇത് ഒന്ന് കോൺഫറൻസ് കോളിൽ വരാം. ആരൊക്കെയാണ് ഏബിൾ എന്ന് പറയുന്നത്? കാര്യം എനിക്ക് നിങ്ങളുടെ മൈക്ക് പറന്നു കിടക്കില്ലല്ലോ. ആരൊക്കെ വില്ലിങ് ആണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് കോൺഫറൻസ് കോളിൽ വരുമോ? അങ്ങനെയല്ലേ ഒരു മെച്യൂർ രീതി. കേൾക്കുന്നില്ലല്ലോ ഇവിടെ പറയുന്നത്. എന്താണ്? ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ജോയി ആണ് പറയുന്നത്. കോൺഫറൻസ് കോളിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒന്ന് വരുമോ സാർ, പ്ലീസ്? ഒന്ന് വരുമോ സാർ? ആരെയും നിർബന്ധിക്കുകയല്ല. ആരൊക്കെ വില്ലിങ് ആണ്, ആരൊക്കെ എനിക്ക് നിങ്ങൾ പറയുന്നതും കേൾക്കണ്ടേ? അതും ഒന്ന് കേൾക്കാനായിട്ടാ. പ്ലീസ് ഒന്ന് വരുമോ സാർ? വണ്ടർഫുൾ, താങ്ക് യു. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് ഡൺ. കേൾക്കാൻ ജോയ് സാർ, താങ്കളാണോ ഇപ്പൊ സംസാരിച്ചത്? ഉഗ്രനായിട്ട് കേൾക്കാം. എനിക്ക് പ്രമോദനെയും ഉഗ്രനായിട്ട് കേൾക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ ഒന്ന് എന്താണ്, മൈക്കാണ് പ്രധാനം. കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അവിടെ എക്കോ വരാതിരിക്കാനായിട്ട് ആരെങ്കിലും ഒരാളൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി. ആരെങ്കിലും ഒരാള്. അപ്പോൾ ആ എക്കോ വരത്തില്ല. കുക്കു എന്ന് പറഞ്ഞ് കിളിച്ചോണ്ടിരിക്കുക. അത് ആ എക്കോ ഒഴിവാക്കാൻ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി. വി കൻ പ്രൊസീഡ് സർ. എനിക്ക് കേൾക്കാം. ഞാനിപ്പോ തൽക്കാലം മ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, എന്റെ അല്ല, നമുക്കൊരു അജണ്ട ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു പ്രത്യേക സജഷൻ എന്ന് പറയുന്നത്, ക്യാൻ വി സ്റ്റാർട്ട് വിത്ത് ദ പ്രയോറിറ്റി ഐറ്റം? അത് ഞാൻ മനസ്സിലാക്കുന്നത് കെയർ ടേക്കർ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് നമുക്ക് തുടങ്ങാം. വാട്ട് ഡു യു സേ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. എനിക്ക് കേൾക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിണ്ടണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാനിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ഞാനൊന്ന് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. പറയൂ. അതെ, ഓക്കെ. സ്പെസിഫിക് ആയിട്ട് കാര്യം ചോദിക്കാം. ഇറ്റ് വിൽ ബി ഈസിയർ എന്ന് തോന്നുന്നു. ജോയ് സാർ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 7 പേരുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ സംശയം,
വാട്ട് ഹാവ് യു ഡിസൈഡഡ് ഓൺ രമേശ്? രമേശിൻ്റെ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? അതല്ല നമ്മളൊരു പരസ്യം ഇട്ടത് കൊണ്ട് ഈ ചർച്ചകൾ നടത്തുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട സമയമില്ല. ഇഫ് യു ഹവ് ഡിസൈഡഡ് ഓൺ രമേശ്, ലെറ്റ്സ് ഫിക്സ് ഓൺ ഇറ്റ്, മൂവ് ഓൺ. ഇതിൻ്റെ ഇത്രയും സമയം നമുക്ക് കളയണ്ട. അപ്പൊ രമേശിന്റെ അപ്ഡേറ്റ് ഒന്ന് തരാമോ? രമേശിന്റെ അപ്ഡേറ്റ് ഉണ്ടാകില്ല. ജോയ് സാർ സംസാരിച്ചോളൂ. ജോയ് സാർ ഒന്ന് പറയാമോ? ജോയ് സാറിന് കാര്യം ഇച്ചിരി അറിയാമെങ്കിൽ ഒന്ന് പറയൂ. കേൾക്കാം സാർ. ഓക്കെ, എന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഒന്ന് നോട്ട് ചെയ്യൂ പ്ലീസ്. ഞാൻ കുറെ ഹലോ. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇത് നടന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അറിയാം. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ആപ്ലിക്കേഷൻസ് കിട്ടിയതെല്ലാം അവര് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വിനോദ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തു. കുര്യൻ സാറും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെന്തോ വെയിറ്റേജ് ഒക്കെ എല്ലാം കൊടുത്തിട്ട് ഈ ഗ്രൂപ്പിലിട്ടു. അതിന്റെ ഒരു സമ്മറി ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഓക്കെ, കമ്മിങ് ടു ദാറ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ, എന്താണ് രമേശിന്റെ അപ്ഡേറ്റ്? Did we choose on Ramesh already and then doing this exercise, or രമേശിന്റെ ഫയൽ ഓൾറെഡി ക്ലോസ്ഡ് ആണോ? എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ മതിയോ? കാര്യം സമയം എന്താണ് ഈ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് അത്രയും സമയം വേസ്റ്റ് ചെയ്യണോ രമേശിന്റെ കേസിൽ ഒരു ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ? എൻ്റെ ചോദ്യം അതാണ്. പ്ലീസ് ആസ്ക് അറൗണ്ട് ആൻഡ് ഗിവ് മി എ റിപ്ലൈ. എന്റെ ഒപ്പീനിയനിൽ എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം. രമേശിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിയാമോ രമേശിന്റെ കാര്യത്തില്? രമേശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ് ആ പത്രപരസ്യം ചെയ്തത്. അതിന്റെ ബേസിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. രമേശിന്റെ ക്യാമ്പ് ക്ലോസ് ചെയ്തതാണ്. ഇനി അതിനെ പറ്റി സംസാരിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. അതിനനുസരിച്ചിട്ടാണ് ഞാൻ എനിക്ക് ഷെയർ ചെയ്ത് തന്ന ബയോഡേറ്റ അതിലുള്ള ആൾക്കാരെ വിളിച്ച് അവരായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്കൊരു റേറ്റിംഗ് കിട്ടും. ആ റേറ്റിംഗ് ഇട്ടിട്ട് കൊടുക്കുന്നതാണ് വിനോദ് ഈ രമേശിന്റെ റീഅപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അത് പരസ്യം കൊടുക്കുന്നതിനേക്കാളും മുമ്പത്തെ മീറ്റിംഗില് ആ മീറ്റിംഗിനായിട്ട് എല്ലാവരും പരസ്യം കൊടുക്കാൻ കാരണം രമേശിന്റെ ചാപ്റ്റർ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പൊ ഇനി രമേശിന്റെ കാര്യം രണ്ടാമത് ഇവിടെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ അത് വിനോദിന്റെ പേഴ്സണലായ ഇൻട്രസ്റ്റ് ആണ്, അല്ലാതെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് അല്ല. ഓക്കെ, ഞാൻ ഈ കമ്പനിയുടെ പുതിയ കമ്മിറ്റിയിൽ ചേർന്നിട്ട് ഇതുവരെ രമേശിനോട് പറഞ്ഞ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. വെറുതെ ശമ്പളം മേടിക്കാനും ഇവിടുത്തെ വാടക കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും കമ്മീഷൻ മേടിക്കാനുമാണ് രമേശിനോട് വരുന്നത്. ഈ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഓപ്പോ ചാനലിലൂടെ എനിക്ക് വേണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഈ MCC ചെയ്യായിരുന്നു. ഷെയർ ചെയ്ത് കൊടുത്ത് ആ ഷെയർ ചെയ്ത് കൊടുത്ത ആ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആളുടെ ഫോൺ നമ്പർ അതിലില്ല. ഞാൻ 7 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ആളുടെ ഫോൺ നമ്പർ ഇല്ല. അത് ആള് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഗ്രൂപ്പിൽ ഇട്ടത്. പിന്നെ ഈ ഗ്രൂപ്പ് ഈ MCC ഗ്രൂപ്പ് ഒരാളിൽ 7 പേരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വിനോദിനോട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആളുകൾ പറഞ്ഞിട്ട് ഞാൻ 2 പേരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തത്. അങ്ങനെ MCC ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. ചെയ്യാതെ വിനോദ ഇനി ഈ കാര്യത്തിൽ ഈ മീറ്റിംഗിൽ കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഞാൻ എന്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കുര്യൻ സാറാണോ സംസാരിച്ചത്? ഓക്കെ, കേട്ടു സാർ, മനസ്സിലായി. നമുക്ക് ഓക്കെ, കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഈ 7 പേരുടെ
ICC ഗ്രൂപ്പിലെ ഷെയർ ചെയ്തില്ല. ഞാൻ അതിന്റെ ബുദ്ധിമുട്ടി കഴിഞ്ഞ് ഞാനത് ഇരുന്ന് ഓരോരുത്തരെ വിളിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആൾക്കാരുടെ ലിസ്റ്റ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. എന്തുകൊണ്ട് വിനോദം ചെയ്യുന്നില്ല? വിനോദത്തിന് അത്ര ബുദ്ധിയില്ലേ? എല്ലാവരും പൊട്ടന്മാരാണ് ഇരിക്കുന്നത്. ഈ എന്തുകൊണ്ട് അത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്ത ആ ഗ്രൂപ്പ് ഇതിനെ കോൺഗ്രസിന് കട്ട് ചെയ്തു? പിന്നെ ഇന്നാണോ ഈ ഗ്രൂപ്പിന് എന്റെ അറിവില്ല. ഈ ഗ്രൂപ്പിലെ ഓരോ ആളും വിനോദനെ ഇന്നാലും വിളിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. മനസ്സിലായി സാർ. ആ ആളുടെ ഈ ഗ്രൂപ്പിന് കയറിയില്ല. ഓക്കെ, കാര്യം റീതിക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പോഴുള്ള കമ്മിറ്റിയിലെ ആ യൂണിറ്റാണ് കളിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായി സാർ, വ്യക്തമാണ്. ആ കമന്റിന് പകരമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലെയിം ഓൺ ആ ബ്ലെയിം ഗെയിം അല്ല, എൻ്റെ സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഒരു കൺസിഡറേഷൻ, രമേശ് എന്ന് പറയുന്ന ആളെ റിലയബിൾ അല്ല ഇനി അങ്ങോട്ട്. ഹി ഈസ് വെരി എക്സ്പെൻസീവ് ആസ് വെൽ. സിംപ്ലി ബിക്കോസ് ഇനി അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അയാൾക്ക് പകരം മറ്റൊരാളെ നോക്കിയിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ എന്നിൽ വിശ്വാസം അസോസിയേഷൻ നഷ്ടപ്പെട്ടു എന്ന് പറയാം, എൻ്റെ പണി തെറിക്കുമെന്ന് പറയാം, എല്ലാം അദ്ദേഹത്തിന് അറിയാം. സോ ഹി വോണ്ട് ബി റിലയബിൾ. കിട്ടിയ തക്കത്തിന് പുള്ളി ചാടും, ഉറപ്പാണ്. ആൻഡ് അദ്ദേഹത്തിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി വിൽ കീപ്പ് ഓൺ ഹൈക്കിങ് ഹിസ് എക്സ്പെൻസസ്. അയാളുടെ സിൻസിയറിറ്റിയിലെല്ലാം ഉദ്ദേശം വരും. സോ എൻ്റെ ഒരു സജഷൻ, വി ഹാവ് ടു മൂവ് അഹെഡ്. എന്തായാലും നമ്മൾ കാശ് മുടക്കി, വി ഹാവ് ടു മൂവ് അഹെഡ് ആൻഡ് ലുക്ക് ഫോർ അതർ ഓപ്ഷൻസ്. അത് നിങ്ങൾ എന്താണ് അതിൽ പറയുന്നതെന്ന് പറയൂ. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാം. രമേശിന്റെ കാര്യത്തില് ഇപ്പൊ പുതിയ സാറ് പറഞ്ഞ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് രമേശിന്റെ ഫയൽ ക്ലോസ് ചെയ്യുക ആൻഡ് മൂവ് ഫർദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ബി ക്ലിയർ. എല്ലാവരും അങ്ങനെ പറയണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തീരുമാനിക്കുന്നു, രമേശിന്റെ കാര്യം നമ്മൾ ക്ലോസ് ചെയ്തു, ഇനി നമ്മൾ രമേശിനെ കൺസിഡർ ചെയ്യുന്നില്ല. ആർ വി ഓൺ കൺസെൻസസ് ഓൺ ദാറ്റ്? നമ്മളിപ്പോൾ തീരുമാനിക്കുന്നു, രമേശിന്റെ കാര്യം ഇനിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, രമേശിന്റെ കാൻഡിഡേറ്റ് ഫയൽ ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ അതെല്ലാം തീരുമാനിച്ചു, നമ്മൾക്കതെല്ലാം ഒരു കൺസെൻസസ് ഉണ്ടോ? നമ്മൾ ഡിസൈഡ് ചെയ്തോ? എല്ലാവരും കോമൺ ആണ്, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഓക്കെ, അപ്പൊ രമേശിന്റെ കാര്യം നമുക്ക് അവിടെ നിന്നു. രമേശിന്റെ കാര്യം ഇനിയും ക്ലോസ് ചെയ്യുന്നില്ല, നമ്മൾ ഇനിയും ആ കാര്യം ചർച്ച ചെയ്യുന്നില്ല. സോ വി ഹാവ് ഡിസൈഡഡ് ഓൺ മൂവിങ് ഓൺ എ കെയർ ടേക്കർ. നമ്മളുടെ മുമ്പിൽ കുര്യൻ സാറിന് അല്ലെങ്കിൽ ജോയ് സാറ് തന്ന ടേബിളിൽ 7 പേരുണ്ട്. നമ്മളുടെ 7 പേരുടെ ഡാറ്റ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഹയറിങ്ങിന്റെ ഒരു പ്രോസസ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. കേൾക്കുന്നുണ്ടോ സാർ? ഇനി ഈ 7 പേരിൽ നിന്ന് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യണം. അത് ചുമ്മാ ഒറ്റയ്ക്ക് ഒരാളെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ചൂസ് ചെയ്യുന്ന പരിപാടിയല്ല. അങ്ങനെ ചെയ്യരുത്. കാര്യം ബയോഡേറ്റ എന്ന് പറയുന്നത് ഒരു കള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലോകത്തെവിടെയും ആരുടെയും ബയോഡേറ്റ വിശ്വസിച്ച് ആരെയും നമുക്ക് ജോലിക്കെടുക്കാൻ പറ്റില്ല. ഒരു കള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ ബോഗസ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം ചെയ്യേണ്ടത് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആരെയൊക്കെ നേരിട്ട് വിളിപ്പിച്ച് സംസാരിക്കാൻ പറ്റുന്നു എന്ന് ഒരു പ്രയോറിറ്റി ഇട്ട് ഒരു 4-5 പേരെ ചൂസ് ചെയ്യാം. പ്രയോറിറ്റി ഇട്ട് എന്നിട്ട് നമ്മളുടെ മുമ്പിൽ ഒരു 5 പേര് കമ്മിറ്റിയിൽ മുമ്പിലിരുന്ന് വ്യക്തമായിട്ട് അയാളോട് സംസാരിക്കുക. അരമണിക്കൂറിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. സ്പെസിഫിക് ആയിട്ട് 4-5 ക്വസ്റ്റ്യൻ സംസാരിക്കുക. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനാദ്യം ചെയ്യേണ്ടത് ഈ ലിസ്റ്റിൽ നിന്ന് ആരെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്ന് ആദ്യം തീരുമാനിക്കുക. കാര്യം ദാറ്റ് ബിക്കംസ് എ പ്രോസസ് ഈസിയർ. അതേ പ്രോസസ് ഓഫ് ഡിലീഷൻ എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം ഡിലീറ്റ് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് 2-3 പേരെ തിരഞ്ഞെടുക്കുക. അതാണ് അടുത്തത്. നമുക്ക് ഈ ലിസ്റ്റിൽ നോക്കി നിങ്ങൾക്ക് ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കുക. അതിനാദ്യം പറയേണ്ടത് നമ്മളുടെ പ്രയോറിറ്റി എന്താണ്. കെയർ ടേക്കറിന് നിങ്ങൾ കമ്മിറ്റിക്കാർ ഉദ്ദേശിക്കുന്ന പ്രയോറിറ്റി എന്താണ്? അല്ലല്ല, നിങ്ങളുടെ പ്രയോറിറ്റി എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ നോളജ് ആണോ നിങ്ങളുടെ പ്രയോറിറ്റി?
അതോ ടെക്നിക്കൽ നോളജ് ആണോ, പ്ലംബിംഗ് ആണോ നിങ്ങളുടെ പ്രയോറിറ്റി? പിന്നെ മറ്റേ ഇലക്ട്രിക്കലിന്റെ വർക്ക് അറിയാവുന്ന, പിന്നെ പ്ലംബിംഗ്. സാർ എല്ലാം കൂടെ കിട്ടില്ല സാർ, എല്ലാം കൂടെ ഒരുപോലെ കിട്ടില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രയോറിറ്റി ഫുൾ ടൈം ആണ്, അത് ഫുൾ ടൈം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം ആണ് ഇവരെല്ലാവരും. വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രയോറിറ്റി? നെക്സ്റ്റ് പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? കമ്പ്യൂട്ടർ നോളജ് ആണോ അതോ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ നോളജ് ആണോ നിങ്ങളുടെ പ്രയോറിറ്റി? ഇത് രണ്ടും കിട്ടുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് നോക്കുക നിവൃത്തിയുള്ളൂ. ഇത് രണ്ടും കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എന്താണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എന്താണ് കമ്പ്യൂട്ടർ നോളജ്? എന്തൊക്കെയാണ് സ്പെസിഫിക്? ബേസിക്കലി നമ്മൾ നോക്കുന്നത് പ്ലംബിംഗും ഇലക്ട്രിക്കൽ വർക്കിനാണ് പ്രയോറിറ്റി പോകുന്നത്. വെരി ഗുഡ്. കമ്പ്യൂട്ടർ നോളജ് നമ്പർ 2. ബിക്കോസ് നമ്മളുടെ ഇവിടെ മെയിൻ്റെനൻസ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്, ഇപ്പൊ താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ്റെനൻസ് വർക്ക് എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കണം. അപ്പം അതായത് പിടികിട്ടി സാർ, പിടികിട്ടി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, മനസ്സിലായി. എന്റെയും പ്രയോറിറ്റി അത് തന്നെയാണ്. എന്ന് വെച്ചാൽ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ആണ് പ്രയോറിറ്റി. കമ്പ്യൂട്ടർ കംസ് വെരി നെക്സ്റ്റ് ടു മീ, അല്ലെങ്കിൽ വളരെ താഴെയാണ് എനിക്ക് എന്റെ പ്രയോറിറ്റി. ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി? ഹലോ, പറയൂ സർ. വൈഫൈ ഓഫ് ആയിരുന്നു. ഓക്കെ. അപ്പൊ മെയിൻ്റെനൻസ്, ഇത് ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. മെയിൻ്റെനൻസ് വർക്കിനാണ് നമ്മളിവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കമ്പ്യൂട്ടർ നോളജ് കംസ് നെക്സ്റ്റ്. കാരണം വേഗം യൂസ് ചെയ്യാനായിട്ട് അറിയുന്ന ഒരാളും കൂടെ ആയിരിക്കണം. അപ്പോ മോസ്റ്റ് പ്രോബബ്ലി പേഴ്സൺ വിത്ത് ബേസിക് നോളജ് ഓഫ് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ നോളജ്, അങ്ങനെ ഒരാൾ കിട്ടുവാണെങ്കിൽ. ഓക്കെ, പ്രമോദ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ജോയ് സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കും. അതുവഴിയാണ് എന്റെയും തിങ്കിങ് പോകുന്നത്. എന്ന് വെച്ചാൽ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ വർക്കാണ് പ്രയോറിറ്റി. കമ്പ്യൂട്ടർ കംസ് വെരി ലാസ്റ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്നതാണ്. ഇത് രണ്ടുമാണ് നമ്മളുടെ പ്രയോറിറ്റി. സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ദൂരം നോക്കണം. ഈ പെർട്ടിക്കുലർ വ്യക്തി 50 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകുന്നുവെങ്കിൽ ഹി മേ നോട്ട് ബി ഏബിൾ ടു കം. അയാൾ ചാടിപ്പോയിരിക്കും. ഇവിടെ നിയർനെസ്, അതായത് സ്വന്തം 2 വീലറുള്ള ഇവിടെ അടുത്ത് താമസിക്കുന്ന എനി ടൈം ഒരു റിക്വയർമെന്റ് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഫെയർ ഇനഫ്. ഇപ്പൊ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് ആരെ നേരിട്ട് വിളിച്ച് സംസാരിക്കാം. ഒരു അരമണിക്കൂറിൽ ഒരു 3-4 സ്പെസിഫിക് എല്ലാവരോടും ഒരേ ചോദ്യം ചോദിക്കുക. അയാളെ ഓഫീസ് റൂമിൽ കൊണ്ടുവന്നിരുത്തി സംസാരിക്കണം. ഒരാളല്ല സംസാരിക്കേണ്ടത്, 3-4 പേരിട്ട് നല്ലപോലെ അരമണിക്കൂറിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അരമണിക്കൂറൊന്നും വേണ്ട, 3 ചോദ്യം കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് അയാൾ എങ്ങനെയാണ്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡാറ്റ ഒരു പേപ്പറിൽ കൊടുത്തിട്ട് ആ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട, സാറേ ഇതൊന്ന് എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഈ ഡാറ്റ ഒന്ന് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാവോ, അല്ലെങ്കിൽ വേർഡോ അല്ലെങ്കിൽ എക്സലിലോ എൻ്റർ ചെയ്യാവോ എന്ന് ചോദിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യല്ലേ, ഇത്രയും മനുഷ്യർ എല്ലാം അറിയാമെന്നറിയണം. അയാൾക്ക് ഓൺ ചെയ്യാൻ അറിയാം, എക്സൽ അറിയാം, ഇച്ചിരിയെങ്കിലും അറിയാമെങ്കിൽ ഇഫ് ഹി ഈസ് ട്രെയിനബിൾ വി ക്യാൻ ഫിക്സ് ഹിം. ഇഫ് ഈസ് വില്ലിംഗ് ടു ബി ട്രെയിൻ, മിനിമം സൂപ്പർവിഷനൂടെ പണി ഒന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആരെയും ഫുൾ എക്യുപ്ഡ് ആയിട്ട് ഇത് ചെയ്യരുത്. ഇഫ് ഈസ് ട്രെയിനബിൾ ഹി ഈസ് ഗുഡ് ഫോർ അസ്. അങ്ങനെ 4-5 പേരെ വിളിച്ച് സംസാരിക്കും. എനിക്കതൊരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നില്ല. Definitely not. കാരണം anybody can do that. Definitely not. പിന്നെ പ്ലംബിങ് ഇതെന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടെ ജോയ് സാറേ ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ വീട്ടിൽ എനിക്കിപ്പോൾ പ്ലംബിംഗ് ഒക്കെ അറിയാം കേട്ടോ, പക്ഷേ ആ സ്കില്ല് വെച്ചുകൊണ്ട് ഞാൻ അസോസിയേഷന്റെ പ്ലംബിംഗ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതൊരു വ്യക്തി സ്കില്ലാണ്. അതെ, എക്സാക്ട്ലി. അതെ, അപ്പൊ ആ പ്ലംബിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ക്വസ്റ്റ്യൻ മാർക്കോടുകൂടെ ചിന്തിക്കാവൂ. അവന് പ്ലംബിംഗ് എന്ന് തള്ളി കയറ്റും ബയോഡേറ്റയിലെ. നമ്മൾ സംസാരിച്ച് വിളിച്ച് ഇന്റർവ്യൂവില് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. എന്ത്
ചോദിക്കണം, എന്ത് ചോദിക്കണ്ട, പ്രാക്ടിക്കലി എങ്ങനെ അസസ് ചെയ്യണം എന്ന ഒരു ബേസിക് നോളജ് എനിക്ക് ഐ ക്യാൻ ബി പാർട്ട് ഓഫ് ദാറ്റ്. അതെ, ആ 5 പേര് ഇരിക്കുക, 5 പേരും നിങ്ങളൊരു 3-4 കമ്മിറ്റി മെമ്പേഴ്സ് ഇരിക്കുക, ഒരു പേപ്പറും പേനയായിട്ട് ദയവായിട്ടിരിക്കുക. ആള് വരുമ്പോഴത്തേക്കും അയാളുടെ ഒരു സ്കിൽ ആ പേപ്പറിലും പേനയിലും എഴുതിയിരിക്കണം, ഇവൻ കൊള്ളാം, ഗുഡ് 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 എന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. എവറി സിംഗിൾ പേഴ്സൺ. ചുമ്മാ അവൻ അറിയണം, ഈ വരുന്നവൻ അറിയണം ഇത് ചില്ലറ കളിയല്ല എന്ന്, ഇത് ഇച്ചിരി ഗൗരവമുള്ള ജോലിയാണ്. ആ വരുന്നവൻ അറിയണം. നമുക്കത് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് എൻഡ് ദിസ്. സോ അവനെ ഒരു ഡോക്യുമെന്റ് തയ്പ്പിക്കുക, അല്ലെങ്കിൽ STP കൊണ്ട് നടത്തിച്ച് കാണിക്കുക, ഇതിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ, എന്താണ് വർക്ക്, അവന്റെ കമന്റ്സ് കേൾക്കുക. സോ വി വിൽ നോ വാട്ട് ഇസ് ഹിസ് നോളജ് വർത്ത്. സോ ദാറ്റ്സ് എ നെക്സ്റ്റ് തിങ്. ലെറ്റ്സ് ഐ തിങ്ക് വി ക്യാൻ എൻഡ് ദിസ് ടോപ്പിക് ഓൺ ദാറ്റ് നോട്ട്. So what is next? ഓക്കെ, അടുത്തത് സമയം കളയാനാണെങ്കിൽ ഞാനൊന്ന് പറയാം. നമുക്ക് AGMന്റെ സമയം അടുത്ത് വരുന്നു, നമുക്കത് നടത്തണ്ടേ? നമ്മളുടെ ഓഡിറ്റിംഗ് പ്രോസസ് എവിടം വരെയായി? എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഓഡിറ്റിംഗ് പ്രോസസ്സിനുള്ള പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റഡ് ആണ്. വണ്ടർഫുൾ. അത് ആരാണ്? അഹമ്മദ് സാറാണോ, കബീർ സാറാണോ? അതെ, ഉഗ്രൻ. എക്സലന്റ്. അതായത് ഈ മാസം ഒരു ബിഫോർ 15th ഓഡിറ്റ് ചെയ്യാനായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പറേഷൻ ഇന്നോടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനു വേണ്ടിയിട്ടിരുന്നു. ഉഗ്രൻ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഫുള്ളി ബിസിയാണ്. പ്രിപ്പറേഷൻ നടക്കുന്നു. മോസ്റ്റ് പ്രോബബ്ലി ബൈ 15ാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് ഓഡിറ്റിംഗിന് കൊടുക്കാൻ പറ്റും. ഉഗ്രനായിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ ലാസ്റ്റ് മന്തിന്റെ മാർച്ചിന്റെ ഇതെല്ലാം അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്, വണ്ടർഫുൾ. അപ്പോൾ അത് റെഡി ആകുന്നതിനനുസരിച്ച് ആ ക്യാഷ് ഫ്ലോ ഒക്കെ നമുക്ക് ആ അസോസിയേഷൻ കമ്മിറ്റിയിലൊക്കെ ഒന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആളുകൾക്കും ഷെയർ ചെയ്യണം. ദേ ഷുഡ് നോ ദർ ഇസ് സംതിങ് കോൺക്രീറ്റ് ഹാപ്പനിങ്. യെസ്, കമ്മിറ്റിയിൽ ഇട്ട് കമ്മിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രമോദ് എനിക്ക് പ്രമോദിനെ കേൾക്കാം, പക്ഷെ ജോയ് സാർ വിട്ടുപോയി. പ്രമോദ് ഇതായപ്പോഴത്തേക്ക് ജോയ് സാറിനെ കൂടെ ഒന്ന് ആഡ് ചെയ്യാമോ? ഹലോ, കേൾക്കാമോ? സർ, ജോയ് സാറിനെ കൂടെ ഒന്ന് ആഡ് ചെയ്യാമോ? ഹലോ, കേൾക്കാം. ജോയ് സാറിന് കേൾക്കാമോ ജോയ് സാർ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റിലെ കാര്യം എക്സലന്റ് ആണ്. നമുക്ക് AGM നടത്തണ്ടേ? അതിന്റെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ് നമുക്ക് നോക്കണ്ടേ? അതൊന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ക്ലൈമറ്റ് അനുസരിച്ച് ജൂണിലാണ് നടത്തുന്നത്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി റണ്ണിംഗ് ജൂൺ ആൻഡ് അതെ, അപ്പോൾ നമുക്ക് ഇത്തവണ AGM ജൂണിൽ നടത്താം എന്നല്ലേ? ഓക്കെ, പ്രമോദ് ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. പ്രമോദ്. ഓക്കെ, സാറ് പറഞ്ഞത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് നമുക്ക്
ഹലോ. ഹലോ. ആ സാറ് പറഞ്ഞത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് AGM-ന് നോട്ടീസ് കൊടുക്കണമല്ലോ. അതെ. ഓഡിറ്റിംഗ് കഴിഞ്ഞ് അതിന്റെ ക്വയറീസ് എല്ലാം ക്ലിയർ ചെയ്ത് അത് മാനേജിംഗ് കമ്മിറ്റിയിൽ അപ്രൂവൽ നടത്തി പിന്നെ AGM-ന്റെ നോട്ടീസ് പീരീഡും കൂടെ വേണം. അപ്പൊ അതെല്ലാം നമുക്ക് കിട്ടുവാണെങ്കിൽ ജൂണിൽ നമുക്ക് നടത്താം. യൂഷ്വലി ഓഡിറ്റിംഗ് എത്ര നാളെടുക്കും? ഈ പറഞ്ഞ ആൾ എത്ര നാളെടുക്കും ഓഡിറ്റിംഗ് യൂഷ്വലി? ഇപ്പൊ അവർക്ക് തിരക്ക് തുടങ്ങിയിട്ടില്ല. നോർമലി നമ്മളൊരു മെയ് ഒക്കെ ആവുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് മറ്റുള്ള കമ്പനികളുടെ എല്ലാം തിരക്ക് വരും. അപ്പോ ഓരോന്നിങ്ങനെ പ്രൊളോങ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ നേരെ കൊടുക്കാം എന്നിങ്ങനെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു മാസം എടുക്കുമോ അവര്? ഒരു മാസത്തോളം എടുക്കും. Okay, fair enough. So we still have a time for that deadline. June deadline namakunda. But we can tentatively fix as June, right? Yes. Very good. All right. So നമുക്ക് ഇത്തവണയെങ്കിലും കമ്മിറ്റികളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, അവസരമില്ലാത്തവർക്ക് അവസരം കൊടുക്കുക. കാര്യം ഒത്തിരി ഐഡിയാസും പെർസ്പെക്റ്റീവ്സും ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ ചെയ്യുന്നതിനോട് ഇപ്പോഴത്തെ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? യാതൊരു എതിർപ്പുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, അതായത് ഞാൻ പേഴ്സണലി പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഈ കേസ് പൂർണ്ണമായിട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്ന ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഞാൻ താങ്കളോട് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ. അല്ല, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് സാറേ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആർക്കും അവിടെ ഇവിടെ ഒരുപാട് വ്യക്തികള് മുമ്പോട്ട് വരാത്തതിന്റെ കാരണം. അല്ല, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. കേസൊക്കെ ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെയുള്ള അത് തന്നെയാണ് നാച്ചുറലി. കേസ് മാത്രമല്ല, ചില ആൾക്കാരുകളോടൊപ്പം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുമല്ല ഇതിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അവിടെ ഇരുന്ന്, ഇതിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ, ഒരു തേങ്ങയും നടക്കും. അതെ, പലരും പറഞ്ഞു. അതെ, ഒരു പറഞ്ഞു ഇതിനകത്തൊന്നും നടക്കുന്നില്ലെന്ന്, ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്നാ പറയുന്നത്. ഇതിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്നാ പറയുന്നത്. സോ ഞാൻ അങ്ങനെ പറയുന്ന വ്യക്തികള് കമ്മിറ്റിയിലേക്ക് വന്നാലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ പറ്റൂ. നമുക്ക് വെളിയിൽ നിന്ന് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഇവിടെ വന്ന് പ്രാക്ടിക്കലി പഠിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവുന്നത്. ഇതേവരെ ഇതില് ഇൻവോൾവ് ആവാത്ത ആൾക്കാരാണ് ഈ കമ്മിറ്റി പറയുന്നത്. എനിക്കതിനകത്ത് റിസർവേഷൻസ് ഉണ്ട്, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. അങ്ങനെയൊന്നും അല്ല സാറേ. ഒരാൾ വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ 2 പേര് വിചാരിച്ചാൽ മതി, ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കും സാർ. 2 പേര് വിചാരിച്ചാൽ മതി, എല്ലാവരും വിചാരിക്കേണ്ട കാര്യമില്ല. 2 പേര്. ഓക്കെ. അപ്പോ അതിനകത്ത് ഇതില്ല. നമുക്കൊരു അത് മാനേജിംഗ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ മാത്രം മതി എന്നൊരു തീരുമാനം എടുക്കാൻ ഒരു മാനേജിംഗ് കമ്മിറ്റിക്ക് അധികാരമില്ല. അത് AGM-ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി, ഞാൻ പറഞ്ഞത് മനസ്സിലായി. ബട്ട് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇത് മുതൽ നമുക്ക് വി നീഡ് മോർ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നേ വരെ ഇട്ടിട്ടില്ല ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയും. മനസ്സിലായോ? അതിനൊരു തടസ്സവും ഞാൻ കാണുന്നില്ല. ഓക്കെ, എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു 6-7 കൊല്ലം മുമ്പ് എനിക്കൊന്ന് കമ്മിറ്റി കയറണമെന്നും പറഞ്ഞ് ഞാൻ കൈപൊക്കിയപ്പോൾ അന്ന് AGM കട്ടാക്കിയ വ്യക്തിയാണ് വിനോദ്. AGM നിർത്തിച്ചത്. നമുക്കതിനകത്ത് ഇരിക്കാനുള്ള ആഗ്രഹമൊന്നും കൊണ്ടൊന്നും അല്ല, അതറിയാമല്ലോ. അപ്പൊ അത്തരം രീതികൾ മാറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് പറയാം, ഫ്രം ദ നെക്സ്റ്റ് AGM വി നീഡ് മോർ പീപ്പിൾ ടു കം ഇൻ, ടേക്ക് അപ്പ് പൊസിഷൻസ്, ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വി നീഡ് മോർ വിഷൻ. അത് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ഇത് മൈ ഓൺ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മറ്റുള്ള ആൾക്കാരുടെ തീരുമാനം എന്താണെന്ന് അവർ പറയും. ഓക്കെ, ഫെയർ എനഫ്. സോ അതിന്റെ അഭിപ്രായം അറിയണം എനിക്ക്. അത് മിനിറ്റ് ചെയ്യപ്പെടുകയും വേണം. സോ പീപ്പിൾ ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് സീ. അതിനൊരു മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ സാറേ. ഞാൻ പറഞ്ഞില്ലേ 500 അപ്പാർട്ട്മെന്റുകളുള്ള ഒരു സംഗതിയാണ് ഞങ്ങളുടേത്. ഏകദേശം 3 കൊല്ലം മുമ്പാണ് ആൾക്കാർ റിപ്പീറ്റ് ആയത്. കാര്യം അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, പലരും വരണം എന്നുള്ളത്. 2 കൊല്ലത്തിൽ കൂടുതൽ ആരും ഇരുന്നിട്ടില്ല സാർ. ഓക്കെ, അത് ചെയ്യേണ്ടതാണ്. ഇനി എന്താണ് സാർ അടുത്തത്?
ഇല്ല, എനിക്ക് കേൾക്കാം, എനിക്കിപ്പോൾ വ്യക്തമായിട്ട് കേൾക്കാം, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ക്യാൻ വി റിവ്യൂ ദ പാസ്റ്റ് തിങ്സ്? എന്തായി ഡക്ട് വർക്ക്? എന്തായി ഡക്ട് വർക്ക് എന്തായി മിസ്റ്റർ മോഹനൻ? എന്താ സർ, ഡക്ട് വർക്ക് കഴിഞ്ഞോ? മോഹനാണത് കൊടുത്തിരുന്നത്. കേട്ടില്ല. പറയൂ സാർ, ഡക്ട് വർക്ക് എവിടം വരെയായി? അത് നമ്മൾ ഫിനിഷ് ചെയ്തോ? അതിന്റെ വർക്കിന്റെ കോട്ട് മോഹൻചേട്ടൻ അത് നാളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പിന്നെ ഇതിന്റെ 3 പേര് നാളെ തരാമെന്നോ ലിസ്റ്റ് തരാമെന്ന് പറയുന്നത്. 3 പേര്. അല്ല, ഇത് മെയിൻ ബ്ലോക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ 1 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞത്? മെയിൻ ബ്ലോക്കിന്റെ അല്ല, അതിന്റെ നിങ്ങളുടെ അല്ല കഴിഞ്ഞ ബി ബ്ലോക്ക് ഓൾറെഡി ഓവർ. അത് ഓവർ. അത് മനസ്സിലായി എനിക്ക്. എ ബ്ലോക്കിന്റെ നടക്കാനുള്ളത് അത് ഇതുവരെ തുടങ്ങിയിട്ടില്ലേ? നാളെ ആൾക്കാരെ തരാന്ന് പറയണം 3 പേര്. ഓക്കെ, എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ കമ്മിറ്റിയിലും അതിനു മുമ്പുള്ള കമ്മിറ്റിയിലും ഇവിടെ പറഞ്ഞത്, വിനോദ് പറഞ്ഞത്, ഡക്ട് വർക്കുകൾ മെയിൻ ബ്ലോക്കിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്തത് ആ പണി നടന്നു. അതറിയാം സാർ, ബി ബ്ലോക്കിന്റെ അറിയാം. പക്ഷെ എ ബ്ലോക്ക് മെയിൻ എന്നാണ് പറഞ്ഞത്. മെയിൻ ബ്ലോക്കിന്റെ അത് മിനിറ്റ്സ് ചെയ്തിട്ടുമുണ്ട്. എ ബ്ലോക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് അസ്യൂം ചെയ്തത്. ഞാൻ അതനുസരിച്ചാണ് അതിന്റെ കൊട്ടേഷൻ തരാനായിട്ട് ഒരു 5 തവണ ചോദിച്ചത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല. സോ ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് റൈറ്റ്ലി, മെയിൻ ബ്ലോക്കിന്റെ ഡക്ട് വർക്ക് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനിരിക്കുകയാണ്. എങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? പിന്നെ നമ്മുടെ സെക്രട്ടറി റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ടുണ്ട്. സെക്രട്ടറി റെസിഗ്നേഷൻ ലെറ്ററോ? Okay, please approve it. Regarding your email, Mahesh has put unwanted detail about my personal life. Okay, fair enough. Okay, കമ്മിറ്റി അത് അപ്രൂവ് ചെയ്യും. ഞാൻ ഹാൻഡ്സ് ബുക്കുകയാണ്, ഞാൻ കൈ ബുക്കുകയാണ്. ശരി. We need proper functioning of the committee. Committee is irrespective of the individual. ഞാനത് കൈവക്കുകയാണ്, അത് അപ്രൂവ് ചെയ്യാം. കമ്മിറ്റിക്ക് തീരുമാനിക്കാം. Fair enough. So my suggestion, now that part is over, my suggestion is we have 2 more months. Please, Joy സാറും പ്രമോദും കൂടെ ആ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് ഏറ്റെടുക്കുക എന്നതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. We only have 2 more months. After all, അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് so far, so we will do that. Let committee put this up and take this up, decide on it now. മഹേഷ്, ഞാൻ ജോയി ഓപ്പൺ ആയിട്ട് പറയട്ടെ, എനിക്ക് ഇതില് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം ഇതിന്റെ പുറകെ നടക്കാനായിട്ട്, പുറകെ നടക്കുക മീൻസ് അത്യാവശ്യ കാര്യങ്ങളിൽ ഞാൻ ഇവിടെ എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങളിൽ ഇതിന്റെ പുറകെ നടക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അതിപ്പോ മിനിറ്റ് ആയാലും
ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളായാലും ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാം. അബ്സല്യൂട്ട്ലി നോട്ട് എ പ്രോബ്ലം. മനസ്സിലായി സാർ, എനിക്ക് മനസ്സിലായി താങ്കളുടെ ഇൻപുട്സ് എന്തൊക്കെയാണെന്ന്. എനിക്ക് ആ കമ്മിറ്റിയിൽ അല്ലാതെ തന്നെ പല രീതിയിലും അറിയാവുന്ന ഒരാളാണ് ഞാൻ. നമുക്കിപ്പോൾ 2 മാസം കൂടെ ഉള്ളൂ. വി ഡോണ്ട് വാണ്ട് ടു പുട്ട് അവർ കമ്മിറ്റി ഇൻ എ സ്പോട്ട് ഓഫ് ബോദർ. ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ. താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇരിക്കുമ്പോൾ? നാച്ചുറലി, കാരണം ഞാൻ ഇതുപോലെ കുറെ കാലം വെളിയിലായിരുന്നു. പല മീറ്റിങ്ങുകളിലും ഇന്ത്യയിലെ മീറ്റിങ്ങുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ എനിക്കറിയാം. വണ്ടർഫുൾ, താങ്ക് യു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യണം. ഞാൻ ഇന്നാള് പറഞ്ഞു എൻ്റെ ഫാമിലിയുടെ സെറ്റപ്പ് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ പെണ്ണുമ്പിള്ള എന്നെ തല്ലുന്നില്ലെന്നേ ഉള്ളൂ. കൊച്ചിനെ വിളിച്ചോണ്ട് വരാൻ മറ്റേത് ഈ കുന്തം അങ്ങോട്ട് വിറ്റിട്ട് പോയി കൂടെ കത്തിച്ച് കളയാൻ മേലെ എന്നൊക്കെയാണ് എൻ്റെ പെണ്ണുമ്പിള്ള ചോദിക്കുന്നേ. മനസ്സിലായോ? അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. വെറുതെ ഒന്നിനുമല്ല ഈ കാര്യം. നമുക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയനോട് ഒന്ന് ചോദിക്കാം നമുക്ക്. ഓക്കെ, നമുക്കിനി 2 മാസം കൂടെ ഉള്ളൂ സാർ. വി വിൽ സ്മൂത്ത്ലി റൺ ഇറ്റ് ഔട്ട്. വി ക്യാൻ സ്മൂത്ത്ലി റൺ ഇറ്റ് ഔട്ട്. കാര്യം നമ്മൾ ആ നോയ്സ് എന്ന് പറയുന്ന ഒരു കണ്ടിൻജന്റ് ഒരു പാർട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്യുകയാണ്, വിച്ച് ഇസ് ഫൈൻ. നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാം. നമുക്ക് 2 കൊല്ലം മുമ്പ് മോഹനൻ സാർ ഇത് തന്നെ ചെയ്തല്ലോ. പ്രസിഡന്റായി അദ്ദേഹം ഡബിൾ എടുത്തിട്ട് മര്യാദയ്ക്ക് നടത്തി. വിൽ ഡു ദാറ്റ്. 2 മാസമേ ഉള്ളൂ. വിൽ ഡു ദാറ്റ്. പ്രമോദ് ഇതെടുത്തോട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് വണ്ടർഫുൾ. ആൻഡ് എനി ടൈം ഞാനും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡാറ്റ പുട്ട് ചെയ്യുന്നോ എന്ത് വേണം നമ്മളത് ചെയ്യാം. സെക്രട്ടറിയുടെ റോളിലൂടെ മഹേഷ് ഭായ് സെക്രട്ടറി ഇത് തന്നെ എന്റെ വൈഫിന് മറ്റു ബുദ്ധിമുട്ടുള്ള ആളാണ്, ഹാൻഡിക്യാപ്ഡാണ്. ഞാൻ ഇത് തന്നെ ഏറ്റെടുത്ത് എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ട്. സമയം ഉണ്ടാവില്ല എനിക്ക് സാർ. ഞാൻ 2 മാസത്തെ കാര്യമാണ് പറയുന്നത് സാർ, ഒരു വ്യക്തിയല്ല. സാർ ഞാൻ 2 മാസം, നമുക്ക് ജൂൺ വരെ കമ്മിറ്റി ഓടിക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഗ്രൗണ്ടിലിരിക്കുന്ന ആളാണ്. ഈ സത്യം പറയാലോ സാർ, നമുക്ക് ഇത് കളക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തിയല്ല. പ്രമോദ് ഉണ്ട്, ജോയ് സാർ ഉണ്ട്. ഞാനേ ശരിയാണ്, പക്ഷെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്ക് പറ്റില്ല. അല്ലെ വീട്ടിലെ അവസ്ഥ അറിയാവുന്ന ആൾക്കാരെ അറിയാം, എനിക്കും അറിയാം. ഞാൻ വീട്ടിലെ കാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി സാർ. എനിക്ക് അതൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് 2 മാസം താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കളുടെ തോളോട് തോള് ചേർന്ന് വർക്ക് ചെയ്യാൻ അവിടെ ജോയ് സാറുണ്ട്, കുര്യൻ സാറുണ്ട്, ആ മാഡം ഉണ്ട്. അവരെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അവർക്ക് ഈ നാടകത്തിൽ പാർട്ടാകാതിരിക്കാനാണ്. അവർക്ക് പറ്റുന്നില്ല ഈ നാടകത്തിൽ പാർട്ടാകാൻ. ഇല്ല, അവരെ ആക്കാൻ പറ്റില്ല. കാര്യം അവര് ഒരു മെമ്പർ അല്ല, അവര് സ്പെഷ്യൽ കാറ്റഗറിയിൽ വന്നതാണ്. ഞാൻ പറഞ്ഞത് ഒരു പൊസിഷൻ അല്ല സാർ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ കാര്യങ്ങൾ അടുത്ത 2 മാസത്തേക്ക് നടക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് നടത്താൻ നമ്മളെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും. കളക്റ്റീവ്ലി താങ്കൾ ഇപ്പൊ പ്രസിഡന്റ് ആയി തന്നെ ഇരിക്കുക. ജോയ് സാർ അവിടെ ഇരിപ്പുണ്ട്. ജോയ് സാറാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ ചെയ്യുക. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലുള്ള ഒരാൾ വിട്ടുപോയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അബ്സല്യൂട്ട്ലി നത്തിങ്. സോ ലെറ്റ്സ് ഫിക്സ് ഓൺ ദാറ്റ്. വിൽ മൂവ് ഹെഡ്. ദ പ്രോസസ് വിൽ ഗോ ഓൺ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വലുത്. Absolutely nothing will happen. Okay, so let's fix it like that. അത് താങ്കൾ കമ്മിറ്റിയിൽ തീരുമാനിച്ച് ഇതൊരു പദവി ഒരാൾ ഏറ്റെടുക്കുക എന്നതല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. വി ഹാവ് ടു ഗോ, ദ ബിസിനസ് ഷുഡ് ഗോ. അത് അടുത്ത 2 മാസത്തേക്ക് പോകാൻ നിങ്ങളൊക്കെ ധാരാളമാണ്. പ്ലീസ്. ഓക്കെ, പ്ലീസ്. വണ്ടർഫുൾ. നമുക്ക് അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്യുക. അത് കമ്മിറ്റിയിൽ തന്നെ നിങ്ങൾ ചർച്ച ഡിസൈഡ് ചെയ്യുക. വാട്ട് ഇസ് നെക്സ്റ്റ്? എന്താണ്? ഞാനൊരു വർക്ക്ഷോപ്പിന്റെ ഒരു സാധനം തന്നിരുന്നു. അതിന് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ദയവായി അതൊന്ന് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുമോ? അത് പ്രമോദ് ഒന്ന് ഫോർവേഡ് ചെയ്യുക. പ്രമോദ് എന്നിട്ട് ആൾക്കാരുടെ ഒരു പോൾ ചെയ്ത്, അത് പോൾ ചെയ്യാനായിട്ട് താങ്കൾക്ക് അറിയില്ലെങ്കിൽ ജോയ് സാറ് സഹായിക്കും. ഒന്ന് ഇട്ടാൽ മതി. ആൾക്കാരെ അറിയിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്, കേട്ടോ. പിന്നെ നമ്മുടെ STPയുടെ അപ്ഡേറ്റ് എന്തായി സാർ? വെരി ഗുഡ്. ഞാനതില് ഇൻവോൾവ് ആയിരുന്നു. അതിന്റെ ഓൾമോസ്റ്റ് 75% അവരതിന്റെ മീഡിയ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു.
അതിന്റെ ഡോസിംഗ് പമ്പുകളെല്ലാം പിടിപ്പിച്ചു. ഇനി കുറച്ച് 1-2 ലീക്കും അതുപോലെ ഒരു ചെറിയ പ്ലംബിംഗ് വർക്കും നമ്മുടെ സൈഡിൽ നിന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ ആക്കും. ഫങ്ഷണൽ ആക്കി മീൻസ് ഓൾമോസ്റ്റ് 75-80% കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ബൈ നെക്സ്റ്റ് വീക്ക് നമ്മളത് ഫുള്ളി ഫങ്ഷണൽ ആക്കാനായിട്ട് ഡിസിഷൻ എടുത്തിരിക്കും. ഓസം. അപ്പൊ മഴയ്ക്ക് മുമ്പ് നമ്മൾ റെഡി ആക്കിയിരിക്കും അല്ലേ? വെരി ഗുഡ്. വേറെ മേജർ ഇഷ്യൂസ് ഒന്നും ഇനി കണ്ടില്ലെങ്കിൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി മറ്റൊന്ന്, വേറെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം മറ്റൊരു വിനോദിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് സാറേ, നമ്മുടെ ഇന്റർകോമിന്റെ പർപ്പസ് എന്താണ് നമ്മളുടെ ഇപ്പം ബിൽഡിങ്ങിൽ ഒന്ന് പറയാമോ? ഇന്റർകോം സെക്യൂരിറ്റിയും മെയിൻലി സെക്യൂരിറ്റിയും ആ ഫ്ലാറ്റ് ഓണേഴ്സ് ആയിട്ട് സംസാരിക്കാനാണ്. അല്ല, അത് നമ്മൾ വെച്ചപ്പോ അങ്ങനെ ആയിരുന്നു. അത് ആരെങ്കിലും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ സാറേ? വെരി ലിമിറ്റഡ് ഐ ബിലീവ്. പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യാറില്ല. അത് തന്നെയാണ് ഞാൻ 6-7 കൊല്ലം മുമ്പ് പലരോടും സംസാരിച്ച് ആ സാധനം അവിടെ പൊടി പിടിച്ച് കിടക്കുക എന്നാണ്. നമ്മളിപ്പോൾ ഒരു 4000 രൂപ മുടക്കിയതായിട്ട് കാണുന്നു. അത് എന്തിനാണ് നമ്മളത് മുടക്കിയത്? ഒരു ഐഡിയ ഇല്ല. ഞാൻ ടോട്ടലി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ കുറെ നാൾ കൂടെ ഇല്ലായിരുന്നു. അപ്പോ അതിനെ കുറിച്ച് എനിക്കറിയില്ല എന്തിനാണ് മുടക്കിയതെന്ന്. അല്ല, ഇതൊക്കെ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കമ്മിറ്റി അറിയണ്ടേ? കമ്മിറ്റിക്കൊരു ആദ്യമേ പറഞ്ഞതാണ്, കമ്മിറ്റിക്കൊരു ലോഗിൻ രജിസ്റ്റർ വേണം. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ള ലോഗിൻ ചെയ്യണം, ബാക്കിയുള്ളവർ അറിയേണ്ടതാണ്. കമ്മിറ്റി ഇതെല്ലാം തന്നിഷ്ടപ്രകാരമാണോ 4000 രൂപയും 5000 രൂപയൊക്കെ എടുത്ത് മുടക്കുന്നേ? കഷ്ടം. നമുക്ക് ആകെ നമ്മുടെ അസോസിയേഷന് ഒരു വലിയ വരുമാന മാർഗമാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ആകെ കിട്ടുന്നത് 3000-4000 രൂപയാണ് ഒരു കൊല്ലം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ചിലപ്പം അതിലും കൂടി. നമ്മൾ അത് ഏകദേശം തീരുമാനമാക്കുന്നുണ്ട്, ഇത്തരം തീരുമാനങ്ങൾ എടുത്ത്. പിന്നെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ തവണത്തെ സാർ ഇന്റർകോം അത് ഫെസിലിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ, ഇഫ് യു ഓൾറെഡി നോട്ട് പെയ്ഡ് ഇറ്റ്, ജസ്റ്റ് കട്ട് ഇറ്റ് ഓഫ്. അത് പേ ചെയ്തിട്ടില്ല എങ്കിൽ, ഓൾറെഡി പെയ്ഡ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് കൊടുത്തിട്ടില്ല, അതില്ലെങ്കിൽ അത് കട്ട് ചെയ്യുക ദയവായി. നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാര്യം ഒരു ഇന്റർകോം എന്നൊക്കെ പറയുന്നത് പഴയ ടെക്നോളജി ആണ്. പിന്നെ ഈ ലിഫ്റ്റിൽ ആരെങ്കിലും കുടുങ്ങി പോയാൽ മൊബൈലിൽ സിഗ്നൽ കിട്ടില്ല. അതൊരു ഇഷ്യൂ ആണ്. ഓ, ലിഫ്റ്റിൽ ഇന്റർകോം വർക്ക് ചെയ്യുവോ? ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അവിടെ മൊബൈൽ റേഞ്ച് കിട്ടില്ല ലിഫ്റ്റിനകത്തല്ലേ? അപ്പൊ അവർക്ക് ഒന്ന് അലാം ഇപ്പൊ നമ്മൾ അതിന്റെ സൗണ്ട് ഒക്കെ കൂട്ടി ഓഡിബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ഈ ഇന്റർകോം മാത്രമേ ഉള്ളൂ. ഇന്റർകോം അതിൽ വർക്കിംഗ് ആണ്. അലാമോ സർ? അലാം എങ്ങനെയാണ്? അലാം അടിക്കത്തില്ലേ? അലാം ഉണ്ടോ? അത് ലൗഡാണോ? അത് പുറത്തിരിക്കുന്നവർക്ക് കേൾക്കാമോ? ലൗഡാണോ? സെക്യൂരിറ്റിയിൽ അവിടെ വരെ കേൾക്കാം. നമ്മളത് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. വണ്ടർഫുൾ. 5-6 ഓക്കെ. അപ്പോൾ സെക്യൂരിറ്റി ബേസിക്കലി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കണം. പിടികിട്ടി. അപ്പോൾ അലാം എന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്. സോ ഡു വി സ്റ്റിൽ നീഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് ഇന്റർകോം? നമുക്ക് ആ 4000 രൂപ മുടക്കണോ? നമുക്ക് ഈ പറയുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്താൽ പോലെ. കാരണം അവരുടെ ഒരു എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി ആണ്. അല്ല, വ്യക്തികൾ യൂസ് ചെയ്യുന്നത്. അല്ല, അത് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്യോ അടച്ചു കളയോ എന്നല്ല പറഞ്ഞത്. ഡോണ്ട് സ്പെൻഡ് ദാറ്റ് മണി ഓൺ ഇറ്റ് നൗ. അത് കട്ട് ചെയ്യോ എന്നല്ല കാര്യം. അതിന് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇവൻച്വലി ആ ഇന്റർകോം ഫെസിലിറ്റി വെച്ച് നമുക്ക് വേറെ പല പരിപാടിയും ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ആ കണക്ഷൻ വഴി ഇവൻച്വലി. അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ അത് അടച്ചു കളയാനല്ല, ഇപ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് റിന്യൂ ചെയ്യണ്ട. ഫംഗ്ഷൻ അവിടെ ഇരുന്നോട്ടെ, ലെറ്റ് ഇറ്റ് സ്റ്റേ ഡോമന്റ് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓൾറൈറ്റ്. പിന്നെ മറ്റൊന്ന്, സാറേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ. ഞാൻ ഗ്രൗണ്ടിലുള്ള ആളല്ല. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയൂ. വേറെ ഇഷ്യൂസ് അല്ല, വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ലിഫ്റ്റിന്റെ ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് റിന്യൂ ചെയ്യേണ്ടതായിട്ട് അതിന്റെ ടൈം എടുത്തിരുന്നു. അപ്പോ കൊട്ടേഷൻ മീൻസ് ഇത് AMCയുടെ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാനത് നോക്കട്ടെ.
നമ്മുടെ ട്രഷറിൽ എനിക്കിത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് കൊടുത്തിരുന്ന ഇതിന്റെ ലേബർ മാത്രമേ ഉള്ളൂ. ലേബർ 28,000 റുപ്പീസ് പെർ ലിഫ്റ്റ് ആണ് മെയിൻ ബ്ലോക്കിലെ. ബ്ലോക്ക് ബിയിലെ 20,000. അപ്പം ഓൾ ടുഗദർ 76,000 പെർ ഇയർ. ഓക്കെ. അവർ മന്ത്ലി വന്ന് ഇവിടെ അവരൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് മെയിൻ്റെനൻസ് ഒക്കെ നടത്തി പോവും. അതുപോലെ ഓൺ കോൾ ആണ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ അവർ വന്നിട്ട് അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പോകും. പിടികിട്ടി. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിന്യൂവലിന്റെ ടൈമായി. അതിന്റെ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപ്രൂവ് ചെയ്യും. ഓ പ്ലീസ്, അതൊക്കെ സേഫ്റ്റി ഇഷ്യൂസ് ആണ്. സേഫ്റ്റി ഇഷ്യൂസ് നമ്മൾ ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. ഇല്ല. ഈ പ്രൊട്ടക്ഷൻ നമുക്ക് ബേസിക്കലി മീറ്റിംഗിൽ അപ്രൂവ് ചെയ്യണമല്ലോ. അതെ, അതുകൊണ്ട് വെരി ഗുഡ്. അതെ, അതെ. ആ കൊട്ടേഷൻ ഒന്ന് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇടുകയും ചെയ്താൽ ദ പ്രോസസ് ഇസ് ഫിനിഷ്ഡ്. ഞാൻ നമ്മുടെ അടുത്ത് പറയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ഡൺ. പിന്നെ നമ്മളുടെ സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം. അത് മാർച്ചിൽ വന്നതാണ്. അവരുടെ സെക്യൂരിറ്റിയുടെ സാലറി എൻഹാൻസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് നമ്മൾ 13,000 കൊടുക്കുന്നത് അത് 15,000 ആക്കി റേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു ലെറ്റർ തന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഈ സെയിം ഇത് തന്നെയാണ്, 13,000 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. അപ്പൊ ഈ 2,000 ഏജൻസി എടുക്കും. ബാക്കി ഇപ്പൊ ഔട്ട് ഓഫ് 13, 11,000 ആണ് നമ്മളുടെ ഈ സെക്യൂരിറ്റിക്കാരുടെ കയ്യിലെത്തുന്നത്. ഓക്കെ. അപ്പൊ ഇനി അവര് സെയിം 2,000 എടുത്തിട്ട് ബാക്കി 13,000 സെക്യൂരിറ്റിക്ക് കൊടുക്കാം എന്നുള്ള പ്രോമിസിലാണ് ഈ ലെറ്റർ തന്നിരിക്കുന്നത്. ഓക്കെ. അല്ല, നമ്മൾ അവരുടെ ഡീലിങ്സ് അറിയേണ്ട കാര്യമില്ല. വാട്ട് ഇസ് ലോസ് ഫ്രം അവർ പോക്കറ്റ് എന്നാണ് നമ്മുടെ കൺസേൺ. അതെ, അൾട്ടിമേറ്റ്ലി നമ്മൾ 15,000 പെർ പേഴ്സൺ പെർ മന്ത് കൊടുക്കണം. അതെ, ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എന്താ പിടികിട്ടി. ഇനി ഈ ഒരു കാര്യം ചില്ലറ കാര്യമല്ല കേട്ടോ സാറേ. കാര്യം ഇനിയും ഇറ്റ് വിൽ കീപ്പ് ഓൺ ഗ്രോയിങ്. കാര്യം ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ടാക്സ് കൂട്ടിയിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കാൻ പോവാണ്. ഇറ്റ്സ് ഗോയിങ് ടു ഒന്നും പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ 5 കൊല്ലങ്ങളാണ് നമ്മൾ 100 രൂപ കൂട്ടിയത്. ഇപ്പൊ അത് പോരായിരിക്കാം. ഇനി അടുത്ത എവറി കൊല്ലം കൂട്ടിക്കേണ്ടി വരും. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിന്റെ ഇത് 3,000 രൂപയാണ്. ഞാൻ ബാംഗ്ലൂർ കൊടുക്കുന്ന അപ്പാർട്ട്മെന്റിന് 2 ബെഡ്റൂമിന് 4,700 അവർ 5,000 ആക്കിയിരിക്കുകയാണ് ഇപ്പോ. നമ്മളിപ്പോ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പല ഏരിയ കട്ട് ചെയ്തിട്ടാണ് ഈ ഇതിൽ പിടിച്ചു നിന്നത്. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റി ഇഷ്യൂവിന് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞാല് നമുക്ക് പെർമനന്റ് ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് റീപ്ലേസ്മെന്റ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം 2 പേരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വേറെ റീപ്ലേസ്മെന്റ് തരും. അതുപോലെ നമുക്ക് അവരുടെ ഇൻഷുറൻസിന്റെ കാര്യവും ഈ കമ്പനി തന്നെ ഏറ്റെടുക്കും. ശരിയാണ്. അല്ല, പെർമനന്റ് ഒരാളാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഒത്തിരി കൊളാട്രൽ ഇത് വരുവേ. കാര്യം അയാൾ സിക്ക് ആയാൽ അയാൾക്ക് കൊടുക്കണം, അയാളുടെ കുടുംബത്തൊരു നഷ്ടമായ ആൾ കൊടുക്കണം. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ഓക്കെ സർ, ഈ സെക്യൂരിറ്റിയുടെ ഞാനൊന്നും അറിയാനായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. സെക്യൂരിറ്റി 2 നേരമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഒന്ന് പകലും ഒന്ന് രാത്രിയും അല്ലേ? അവര് ഒരാൾ വന്നാൽ പിറ്റേ ദിവസമേ പോകുന്നുള്ളൂ. ഈ ഏരിയയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിത് ഡബിൾ ആക്കേണ്ടി വരും. ഡബിൾ ആക്കുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ഡബിൾ ആവും. ഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് രാത്രി
ഒരാളിപ്പോ വന്നു കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, ഫെയർ ആണ്. എന്റെ ചോദ്യം അതല്ല. 12 മണിക്കൂർ ഡേയും 12 മണിക്കൂർ നൈറ്റും ചെയ്താൽ പിറ്റേ ദിവസം ഇത് വേണ്ടേ? പിടികിട്ടി. എന്റെ ചോദ്യമാണ്, ഞാൻ ഐ എം പ്ലേയിങ് ദ ഡെവിൾസ് അഡ്വക്കേറ്റ്. ചിലപ്പോൾ ഒരു ബാഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഡു വി റിയലി നീഡ് എ 24 hour സെക്യൂരിറ്റി? നൈറ്റ് മാത്രം പോരെ? പോരാ. ഇവിടെ ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് നൈറ്റിൽ വരവും പോക്കും ഉണ്ട്, ഫ്രീക്വന്റ് ആയിട്ട്. ഞാൻ പേഴ്സണലി കണ്ട കാര്യങ്ങളാണ്. അപ്പോ ഈ സമയത്ത് ഗേറ്റ് തുറന്നു കൊടുക്കാനും ഗേറ്റ് അടയ്ക്കാനും വേറെ ആരുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് അതാണ്. നേരം വെളുക്കുന്നതിന് മുമ്പാണ് നമ്മളിവിടെ മോട്ടർ അടിച്ച്, അതായത് ആൾക്കാർ വലിയ തിരക്ക് വരുന്നതിന് മുമ്പ് ടാങ്ക് ഫുള്ളാക്കുക എന്നുള്ളൊരു ജോലിയുണ്ട്. അതെല്ലാം രാത്രിയാണ്. മനസ്സിലായി. അതുപോലെ STP അടിക്കുന്നത് നേരം വെളുക്കുന്നതിന് മുമ്പ് അടിക്കും, അതായത് പീക്ക് പീരീഡ് അല്ലാത്ത സമയത്ത്. ഓക്കെ, പിടികിട്ടി. എന്ന് വെച്ചാൽ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗേറ്റ് തുറന്നു കൊടുക്കുക, തുറക്കാതിരിക്കുക എന്നതാണ് ഒരു മെയിൻ ആക്ടിവിറ്റി അല്ലേ? അതൊരു മെയിൻ ആക്ടിവിറ്റിയാണ്. വാട്ട് അബൌട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ആസ്പെക്ട് എന്താണ്? പകലും രാത്രിയും തമ്മിലുള്ള ഒരു സേഫ്റ്റി ആസ്പെക്ട് പറയാം. കാരണം സെക്യൂരിറ്റി എന്നാൽ സേഫ്റ്റി അല്ലേ? Are we really safe? Are we safe on a day time without a security? ഇല്ലെങ്കിൽ നമ്മള് അൺസേഫ് ആണ് 100%. ഡേ ടൈമിലോ? ഡേ ടൈമിലല്ല, ഡേയിലാണെങ്കിലും ഈവൻ നൈറ്റിലാണെങ്കിലും. കാരണം ആൾക്കാർ ആര് വരുന്നു ആര് പോകുന്നു, ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു സെർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. സോ എൻട്രൻസ് ആണ് അവിടുത്തെ ഇഷ്യൂ അല്ലേ? എൻട്രൻസ് സിംഗിൾ പോയിന്റ് എൻട്രൻസ് ആണല്ലോ. അതുകൊണ്ട് വരുന്നവരും പോകുന്നവരും ആ ഒരു റൂട്ട് വഴി മാത്രമേ വരവും പോക്കൂ. ഓക്കെ, വി ഹാവ് സൊല്യൂഷൻസ് ഫോർ ദാറ്റ്, ബട്ട് അതൊരു ലോങ് ടേം സൊല്യൂഷൻ ആണ്. ഈ എൻട്രൻസ് എന്ന ഇഷ്യൂ ലോങ് ടേം ജോയ്സ് ആണ്. ചിലപ്പോൾ ജോയ്സ് ആണ് ഒരുപാട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടേ? ബട്ട് ലോങ് ടേം നമ്മൾ നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്നല്ല. നമ്മളൊരു ലോങ് ടേം ഇവാലുവേറ്റ് വെഹിക്കിൾ എൻട്രൻസും എക്സിറ്റും നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻഡിവിജ്വലിന്റെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫുഡ് ഡെലിവറിയുടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഗ്രോസറി ഡെലിവറിക്ക് പലരും വരുന്നുണ്ട്. അങ്ങനത്തെ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അവർക്കൊന്നും ആക്സസ് കൺട്രോൾഡ് ഇത് കൊടുക്കാനായിട്ട് നോക്കിയില്ല. ഓക്കെ അല്ല, നമ്മൾ പ്രോബ്ലംസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ദെൻ വി ഹാവ് ടു വർക്ക് ഔട്ട് ഓൺ എ സൊല്യൂഷൻ. അത് ഇവൻച്വലി ആണ്, ഒറ്റയടിക്കാൻ നടക്കില്ല. ഞാനൊന്ന് അറിയാനായിട്ട് ചോദിച്ചതേ ഉള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ. ഞാൻ അറിയാനായിട്ട് ചോദിച്ചാണ് കേട്ടോ സർ. ഇത്തരം പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ വി ക്യാൻ വർക്ക് അറൗണ്ട് ദ ഇഷ്യൂസ്. അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുവേ. എന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന്, അതിനകത്ത് എത്ര ലോങ് ടേം എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്നും, ഒരു എക്സ്ട്രാ ആളെ വെക്കുന്നതാണോ അതോ ഇപ്പോഴേ ഇച്ചിരി കാശ് ചെലവാക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ നമുക്ക്. Correct. Okay, let's move on. Is there anything else? ഇതാണ് ഇതിന്റെ നമ്മുടെ 15,000 ആണ് അവർ ചോദിക്കുന്നത്. എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ ആണോ? എല്ലാവരും ഇവിടെ എല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ 15,000 ഫ്രം 1st of April 2025, അതായത് ഈ മാസം മുതലേ അവർക്ക് നമ്മൾ 15,000 കൊടുക്കാനായിട്ട് ഇവിടെ എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിട്ടുപോയില്ല എന്ന് വെച്ചാൽ, നമുക്ക് മറ്റൊരു ഏജൻസിയെ സമീപിച്ചാൽ എന്തെങ്കിലും കുറവ് വരാൻ സാധ്യതയുണ്ടോ? നമ്മള് ഇതിനു മുമ്പ് 3-4 ഏജൻസിയെ സമീപിച്ചിട്ട് അതിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ എടുത്തത്. വെരി ഗുഡ്. അപ്പൊ ഇനി മറ്റു സാധ്യത ഇല്ല, ഇതേ ഉള്ളൂ. പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. ശരി, അതുപോലെ അന്വേഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എനി ടൈം ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ബൈ ഗിവിംഗ് 1 month നോട്ടീസ്. ശരിയാ. അതുപോലെ ഇറ്റ്സ് ലോജിക്. ഇപ്പൊ 10,000 രൂപയ്ക്കൊന്നും ആരെയും കിട്ടിയല്ലോ സാറേ ജോലി ചെയ്യാൻ. ഇറ്റ്സ് ലോജിക്. അവർക്കും ജീവിക്കണ്ടേ? തീർച്ചയായിട്ടും അവർക്കും ജീവിക്കണ്ടേ? 1 കിലോ തക്കാളിയുടെ വില 60 രൂപയാണ്, 60-80 രൂപയാണ്. അവർക്കും ജീവിക്കണ്ടേ? അതെ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കെയർ ടേക്കറിന്റെ കാര്യം, കെയർ ടേക്കറിൽ നമ്മളുടെ പ്രയോറിറ്റി 17-18 എന്ന് പറഞ്ഞ് വലിച്ചുവാണെങ്കിൽ അങ്ങനെ വരുന്നവൻ ചാടി പോയിരിക്കും.
സോ അവനൊരു റീസണബിൾ റേറ്റിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനല്ല പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, അതും നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നതാണ്. ബട്ട് ദാറ്റ് ക്യാൻ ബി, അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. മെയിൻ അവരുടെ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ്. ആൻഡ് ലെറ്റ് മീ ഫിനിഷ് വിത്ത് ദാറ്റ്. നമ്മൾ ആ കെയർ ടേക്കിന്റെ പ്രോസസ് ഇമ്മീഡിയറ്റ്ലി ചെയ്തില്ലെങ്കിൽ ഈ പരസ്യം ഇട്ട ആൾക്കാർ വേറെ പണിക്ക് പോകും. പിന്നെ നമ്മൾ ആ പരസ്യം കൊണ്ട് പ്രയോജനം കിട്ടില്ല. സംശയമുണ്ട്. എന്തോ അത് പോയിട്ടുണ്ടോ എന്ന് വരെ സംശയമുണ്ട്. കാരണം ഓൾമോസ്റ്റ് 1 month കൂടുതൽ. എക്സാക്ട്ലി, ഞാനത് ഞാൻ പറയണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ഹയറിംഗ് പ്രോസസ്സ് 15 daysനുള്ളിൽ ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് പോയി. ഞാനത് ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് ഒരു ഹയറിംഗ് 15 days ലോക്ക് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പോയിരിക്കും. ആബ്സല്യൂട്ട്ലി റണ്ണവേ ആണ് അവര്. അതും ഇത്രയും കാശിനൊക്കെ പണി ഇഷ്ടം പോലെ ഉണ്ട്. So we have to initiate that process immediately, as soon as possible. Okay. What else? Is there anything else? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ സൈഡിൽ നിന്ന്? Okay. Is there anything else? കറണ്ട് പോയതാണ്. Okay. കറണ്ട് വിറകും കൂപ്പാണല്ലോ. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? നമ്മുടെ ക്ലൗഡ് എപ്പോഴത്തേക്ക് ഓപ്പൺ ആകും? നൗ ദാറ്റ് എന്താണ് ഹെഡ് ചേഞ്ച് ചെയ്താണ്, ദ ക്ലൗഡ് വിൽ ബി ഓപ്പൺ ഇമ്മീഡിയറ്റ്ലി. ഐ ഗസ് ഇറ്റ് ക്യാൻ ബി എന്ന് വെച്ചാൽ അത് എന്തെല്ലാം ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഒരാളുടെ അടുത്തായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴും എന്നോട് പറഞ്ഞിരുന്നത് അതും ആയിട്ടില്ല എന്നുള്ളൊരു ആൻസർ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഇല്ലായിരുന്നു കുറെ ആളുകളായിട്ട്. അപ്പോ ഈ ഒരു ആൻസറാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ആക്സസ് വാങ്ങിച്ചിട്ട് ദയവായി അത് ഓപ്പൺ അപ്പ് ആക്കുക ഇൻ എനി ഫോമാറ്റ്. അത് ഓപ്പൺ സ്റ്റാർട്ട് ഇസ് ദ ഫസ്റ്റ് തിങ്. അതൊരു ഇവോൾവിംഗ് ഡോക്യുമെന്റ് ആണ്. ബട്ട് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. Okay, fair enough. Now, one more thing. കഴിഞ്ഞ മിനിറ്റ്സിൽ എന്താ പങ്കെടുക്കാത്തവരുടെ ലിസ്റ്റ് ഒക്കെ എന്തിനാണ് ഇട്ടത്? അല്ല, സോറി, കഴിഞ്ഞ MC മീറ്റിംഗിൽ പങ്കെടുക്കാത്തവരുടെ ലിസ്റ്റ് ഒക്കെ അറ്റൻഡി ലിസ്റ്റ്. എനിക്ക് ആരുടെ പേരെ അതൊരു എക്സ്ട്രാ നിങ്ങളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് 2 പേര്, വിഷ്ണു, ശ്രീജ എന്നിവരുടെയൊക്കെ ലിസ്റ്റ് പേരുകൾ അവിടെ ചേർത്തിരിക്കുന്നത് കണ്ടോ. അവരൊന്നും അറ്റൻഡ് ചെയ്തില്ലല്ലോ. പിന്നെ അതൊരു ബേസിക് കാര്യമല്ലേ, അതിലെങ്കിലും നമുക്കൊരു കൃത്യത വേണ്ടേ? ഓക്കെ, ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ. സോ എനിവേ, ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ. കാര്യം അല്ല സർ, കഴിഞ്ഞ തവണ ഓക്കെ, എങ്കിൽ വിനോദ് കള്ളം പറഞ്ഞായിരിക്കാം, എങ്കിൽ സെക്രട്ടറി കള്ളം പറഞ്ഞ. കാരണം അങ്ങേര് റീഡ് ഔട്ട് ചെയ്ത നെയിംസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തല്ലേ. അതിനകത്ത് 6 പേരുടെ പേരെ വായിച്ചിട്ടുള്ളൂ. വിഷ്ണുവിന്റെ പേരും ശ്രീജയുടെ പേരും വായിച്ചില്ല. തുടങ്ങിയ സമയത്തായിരിക്കും. പിന്നീട് ജോയിൻ ചെയ്തവരുടെ പേര് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും 28ാമത്തെ ആകെ 38 മിനിറ്റ് മീറ്റിംഗിൽ 28ാമത്തെ മിനിറ്റിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ 6 പേരുടെ പേരാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം വന്നത്. ലെറ്റ്സ് ഡ്രോപ്പ് ദാറ്റ് ഔട്ട് നൗ. Anyway, forget about it. All right. So I think, is there anything else? Nothing else. All right. So I think I'm done here. Unless you guys have something. Okay. Thank you, Joy sir. Thank you, Pramod. Thank you, everyone else. Okay. Thank you. All right. Bye. Okay.